വൃത്തി വന്നിട്ട് വേറെ ഉണ്ടായിരുന്നു. ഇപ്പോ വന്നിട്ട് ഫാമിംഗിൽ പോയിട്ടുണ്ട്. എന്താ? ഞാൻ ആർമിയിൽ സർവീസ് ചെയ്താണ്. അപ്പം പിന്നെ ഈ പെൻഷനായതിനു ശേഷം വിശ്രമ ജീവിതം കർഷകനാകണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അപ്പം അത് ജയ് ജവാൻ ജയ് കിസാൻ എന്നാണ് ലക്ഷ്യം. അത് ഫാമിംഗിലേക്ക് വന്നിട്ടുണ്ട്. എത്ര വർഷം നിങ്ങൾ ചെയ്യുന്നുണ്ട് ഫാമിംഗ്? ഇപ്പൊ 2 വർഷമായിട്ട് ചെയ്യുന്നു. 2 വർഷം. 2 വർഷം എടുത്ത് നല്ലതായിട്ട് ഒരു ഫാമിംഗ് സെറ്റപ്പ് ആയിട്ടുണ്ടല്ലോ. ഈ ഫാമിംഗിന്റെ കുറച്ചോ എക്സ്പ്ലെയിൻ ചെയ്യപ്പെട്ടോ? പിന്നെ വെണ്ടക്ക, കക്കിരി, പൊട്ടിക്ക, ചീര, പച്ചമുളക്, ഏത്തക്ക, ഇതെല്ലാം വന്നിട്ട് only നമ്മുടെ ചാണകം പിന്നെ പുണ്ണാക്കും മാത്രമാണ് ഇതിനെല്ലാം ഉപയോഗിക്കുന്നത്. വേറെ രാസവളങ്ങളൊന്നും ഉപയോഗിക്കാതെ ശുദ്ധമായ പച്ചക്കറിയാണ്. പിന്നെ അതിനകത്ത് പയറ് കിടക്കുന്നുണ്ട്. രണ്ടാമതും പയറ് വളയിട്ടിട്ടുണ്ട്. ഇത്രയിലാണ് ഉള്ളത്. മാക്സിമം എല്ലാം ചീരയുണ്ട്. മല്ലിച്ചപ്പ്, ധനിയപ്പത്ത അല്ലെങ്കിൽ മല്ലിച്ചപ്പ്. ഇതെല്ലാം വരാൻ എത്ര നാളെടുക്കും? ഇത് ഏകദേശം 1 മാസം കൊണ്ട് ഇവിടെ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്യും. 1 മന്ത്. ഈ ടൊമാറ്റോ അല്ല? ടൊമാറ്റോ ഇപ്പം ഇതുവരെ ഇവിടെ എടുത്തിട്ടില്ല. ഇതാണ് സ്റ്റാർട്ടിങ്. പിന്നെ ബാക്കി കുറെ ടൊമാറ്റോ പോയി. പിന്നെ ബാക്കി ഇവിടെ എല്ലാം വന്നിട്ടുണ്ട്. ഇതെല്ലാം വന്നിട്ടുണ്ട്. ഇപ്പൊ എത്ര നാളാവും ഇത് പൽക്കാന്? ഇതിപ്പം 1 വീക്ക് കൊണ്ട് യൂസ് ചെയ്യപ്പെട്ടു. 1 വീക്ക് അത് എടുക്കും. സൂപ്പറാ. ചെടി എത്ര വില എത്തും? ഇത് ഒരു 1 മന്തും കൂടെ ഇരിക്കും. പിന്നെ തിരിച്ച് രണ്ടാമത് ബാക്കി അഡീഷണൽ വെച്ചിട്ടുണ്ട്. എല്ലാം വെച്ചിട്ടുണ്ട്. അഡീഷണൽ വണ്ടക്ക അത് വരുമ്പോ ഇത് എന്താ വില ചെയ്തേ? ഇത് വിയറ്റ്നാം ചക്കയാണ്. പിന്നെ ഇത് ഇത്ര ഇതിൽ തന്നെ ഇപ്പൊ ഉണ്ടായി, ചക്ക ഉണ്ടായി. നോക്ക്. ഇത് മാക്സിമം ഇത്ര വളരും. പിന്നെ അതില് വർഷം മുഴുവനും ചക്ക ഉണ്ടാവും. ചക്ക ഇത്ര വണ്ണം ഉണ്ടാവും. റെഡ് കളറ്, ചിലത് മഞ്ഞ കളർ ഉണ്ടാവും. എത്ര kg ഉണ്ടാവും ചക്ക അതില്? ചക്ക ഒരു 1 kg ചെറുത്. ഇത് വിയറ്റ്നാം ചെയ്തോ? വിയറ്റ്നാം പ്ലാവ്. എവിടെ? ഞാൻ കൊല്ലത്തുനിന്ന് കൊണ്ടുവന്നു. നല്ലുണ്ട് ഇത്. നോക്കാൻ ഫസ്റ്റ് ടൈം ഞാൻ കേൾക്കാൻ വേണ്ടി ഇങ്ങനത്തെ പറയുക. ഇത് ഫസ്റ്റ് ടൈം 1-2 പോവും. കേടായി പോവും. അത് എടുക്കാൻ പാടില്ല. അത് എടുത്തിടണം. അപ്പൊ ഇതിപ്പം കേടായി. കൊമ്പ് താങ്ങാതെ. അപ്പൊ ഇത് എടുത്താടി അത് തനിയെ വീണ് പോകും. അടുത്തിപ്പോ നെക്സ്റ്റ് ഇവിടെ ചക്ക വരും. വലുതാകുമ്പോ സപ്പോർട്ട് കിട്ടുമ്പോ സ്ട്രെങ്ത് കിട്ടും.